നമ്മളിനി നോക്കുന്നത് 2025 സെപ്റ്റംബർ 25 ഫീൽഡ് ഓഫീസർ തസ്തികയിലേക്ക് നടന്ന എക്സാമിൻ്റെ ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. പ്ലീസ് സ്റ്റോപ്പ് ടോക്കിംഗ്. ഓപ്ഷൻ എ വോണ്ട് യു, ഓപ്ഷൻ ബി വിൽ യു, ഓപ്ഷൻ സി ഡോൺ യു, ഓപ്ഷൻ ഡി ഡു യു. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി വിൽ യു. പ്ലീസ് സ്റ്റോപ്പ് ടോക്കിംഗ് ടാഗ് വരുന്നത് വിൽ യു. ഇനി എങ്ങനെയാണ് ഈ ആൻസർ വരുന്നതെന്ന് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് പ്ലീസ് സ്റ്റോപ്പ് ടോക്കിംഗ് എന്നതാണ്. ഇതൊരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. അതായത് ആജ്ഞ, അപേക്ഷ, അനുവാദം എന്നിവയെ സൂചിപ്പിക്കുന്നതാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒരു ഇമ്പറേറ്റീവ് സെൻറ്റൻസിൻ്റെ ടാഗ് എഴുതാനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വാചകങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. തന്നിരിക്കുന്ന സെൻറ്റൻസ് ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഓർഡർ ആണെങ്കിൽ, എന്താണ് തന്നിരിക്കുന്ന സെൻറ്റൻസ് ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഓർഡർ ആണെങ്കിൽ സാധാരണയായി വിൽ യു ഓർ വോണ്ട് യു ഇവയിൽ ഏതെങ്കിലും ആയിരിക്കും ടാഗായിട്ട് വരുന്നത്. തന്നിരിക്കുന്ന സെൻറ്റൻസ് ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഓർഡർ ആണെങ്കിൽ സാധാരണയായി വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു ആയിരിക്കും ടാഗായിട്ട് വരുന്നത്. നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് ഒരു പോസിറ്റീവ് റിക്വസ്റ്റ് ആണ്. പ്ലീസ് സ്റ്റോപ്പ് ടോക്കിംഗ് എന്നതൊരു പോസിറ്റീവ് റിക്വസ്റ്റ് ആണ്. ഇത്തരം സന്ദർഭങ്ങളിൽ വിൽ യു ആണ് ഏറ്റവും അനുയോജ്യമായ ടാഗ്. തന്നിരിക്കുന്നതൊരു പോസിറ്റീവ് റിക്വസ്റ്റ് ആയതുകൊണ്ട് വിൽ യു ആണ് ഇതിന് ഏറ്റവും അനുയോജ്യമായ ടാഗ്. മനസ്സിലായോ? ഇനി നമ്മൾ പറഞ്ഞു ഇമ്പറേറ്റീവ് സെൻറ്റൻസിൽ റിക്വസ്റ്റ് അല്ലെങ്കിൽ ഓർഡർ ആണ് തന്നിരിക്കുന്ന സെൻറ്റൻസ് എങ്കിൽ വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു വേണം ടാഗായിട്ട് ഉപയോഗിക്കാൻ. അപ്പോൾ വിൽ യു ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി വോണ്ട് യു എപ്പോഴാണ് ഉപയോഗിക്കുന്നത് നോക്കാം. സാധാരണയായി ഇമ്പറേറ്റീവ് സെൻറ്റൻസിൽ, അതായത് ഒരാളോട് എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ വിൽ യു എന്നതിന് പകരമായി കൂടുതൽ ക്ഷണപൂർവമോ അല്ലെങ്കിൽ കൂടുതൽ നിർബന്ധപൂർവമോ ആയ കാര്യങ്ങൾ പറയാനാണ് വോണ്ട് യു ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളിത് ചെയ്യാനായിട്ട് നമ്മൾ അവരെ ക്ഷണിക്കുവോ അല്ലെങ്കിൽ നിർബന്ധപൂർവം ഇത് ചെയ്തേ പറ്റൂ എന്ന് പറയുകയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടാഗ് വോണ്ട് യു ആയിരിക്കും. ഇത് പ്രധാനമായിട്ടും 2 സന്ദർഭങ്ങളിലാണ് വരുന്നത്. ആദ്യത്തേത് ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ ഓഫർ. ഒരാളെ സ്നേഹപൂർവ്വം ഒരു കാര്യത്തിനായി ക്ഷണിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും നൽകാൻ ആഗ്രഹിക്കുമ്പോഴോ ഇത് ഉപയോഗിക്കുന്നു. ഇത് വളരെ മര്യാദയുള്ളൊരു പ്രയോഗമാണ്. ഫോർ എക്സാമ്പിൾ, ഹാവ് സം മോർ കോഫി, വോണ്ട് യു, കം ഇൻ, വോണ്ട് യു. അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് വോണ്ട് യു ആണ്. ഇനി രണ്ടാമത്തെ സന്ദർഭം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഊന്നൽ നൽകി പറയാൻ. ഒരാൾ ഒരു കാര്യം ചെയ്യണമെന്ന് നമ്മൾ വളരെയധികം ആഗ്രഹിക്കുമ്പോൾ അത് ഉറപ്പിക്കാനായിട്ട് വോണ്ട് യു എന്ന ടാഗ് ചേർക്കാം. ഫോർ എക്സാമ്പിൾ, ബി ക്വയറ്റ്, വോണ്ട് യു. ഇനി വിൽ യു, വോണ്ട് യു തമ്മിലുള്ള വ്യത്യാസം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു അപേക്ഷയാണെങ്കിൽ വിൽ യു ഉപയോഗിക്കുക, സ്നേഹപൂർവ്വമുള്ള ക്ഷണം അല്ലെങ്കിൽ ഒരു കാര്യം നിർബന്ധപൂർവ്വം ചെയ്യാൻ പറയുന്നതിന് വോണ്ട് യു ഉപയോഗിക്കുക. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ വേർഡ് വിച്ച് ഇസ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ ഗിവൺ വേർഡ്. ഡിസ്ക്രിപ്പൻസി. ഡിസ്ക്രിപ്പൻസി എന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കൺസിസ്റ്റൻസി, ഓപ്ഷൻ ബി റെസ്പെക്റ്റ്ഫുൾ, ഓപ്ഷൻ സി ഡിസ്റെസ്പെക്റ്റ്ഫുൾ, ഓപ്ഷൻ ഡി ഇൻകൺസിസ്റ്റൻസി. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ കൺസിസ്റ്റൻസി എന്നതാണ്. ഡിസ്ക്രിപ്പൻസി എന്നാൽ പൊരുത്തമില്ലായ്മ എന്നാണ് അർത്ഥം. അതിൻ്റെ ഓപ്പോസിറ്റ് കൺസിസ്റ്റൻസി, പൊരുത്തമുള്ളത്. 13ാമത്തെ ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ റൈറ്റ് സിനോണിം ഫോർ ദ വേർഡ് ഓഫുൾ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ. ഓഫുൾ എന്ന വേർഡിൻ്റെ സിനോണിം. ഓപ്ഷൻ എ നൈസ്, ഓപ്ഷൻ ബി ഫൈറ്റ്, ഓപ്ഷൻ സി ഫ്രണ്ട്ലി, ഓപ്ഷൻ ഡി ടെറിബിൾ. ഓഫുൾ എന്നാൽ മലയാളം മീനിങ് ഭയങ്കരമായ എന്നാണ്. അപ്പോൾ
അതിന്റെ സിനോണിം ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ്, ടെറിബിൾ. ഓഫുൾ എന്ന വേർഡിന്റെ സിനോണിം ആണ് ഓപ്ഷൻ ഡി, ടെറിബിൾ. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മീനിങ് ഓഫ് ദ ഇഡിയം ബീറ്റ് അറൌണ്ട് ദ ബുഷ്. ബീറ്റ് അറൌണ്ട് ദ ബുഷ് എന്ന ഇഡിയത്തിന്റെ മീനിങ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, ടു എഗ്രി കംപ്ലീറ്റ്ലി. ഓപ്ഷൻ ബി, അവോയ്ഡ് സേയിങ് സംതിങ്. ഓപ്ഷൻ സി, ക്ലിയർ ദ ഫോറസ്റ്റ്. ഓപ്ഷൻ ഡി, പാമ്പർ വൺസ് ബേബി. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, അവോയ്ഡ് സേയിങ് സംതിങ്. ചുറ്റി വളഞ്ഞ കാര്യം പറയുന്നതിനാണ് ബീറ്റ് അറൌണ്ട് ദ ബുഷ് എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ ബി, അവോയ്ഡ് സേയിങ് സംതിങ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് പ്രപ്പോസിഷൻ ഫ്രം ദ ചോയ്സസ് ഗിവൺ. We are very excited dash our trip to Dubai next week. We are very excited dash our trip to Dubai next week. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, about. We are very excited about our trip to Dubai next week. 16ാമത്തെ ക്വസ്റ്റ്യൻ, write the right form of the verb that agrees with the subject. In his garden, the lights dash on automatically. In his garden, the lights dash on automatically. തന്നിരിക്കുന്ന സെന്റൻസിൽ സബ്ജക്റ്റിന് അനുസരിച്ചുള്ള വേർബിന്റെ കറക്റ്റ് ഫോം എഴുതാനാണ്. ഓപ്ഷൻ എ, ടേൺസ്. ഓപ്ഷൻ ബി, ടേണിംഗ്. ഓപ്ഷൻ സി, ഈസ് ടേണിംഗ്. ഓപ്ഷൻ ഡി, ടേൺ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ടേൺ. നോക്കിക്കേ, ഇവിടെ എന്താണ് സബ്ജക്റ്റ്? ദ ലൈറ്റ്സ്. ദ ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് വെർബും പ്ലൂറൽ ആയിരിക്കണം. അതുകൊണ്ടാണ് ടേൺ എന്ന് വന്നത്. 17ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കമ്പാരിറ്റീവ് ഫോം ഓഫ് ദ അഡ്ജക്റ്റീവ് ഇൻ ദ സെന്റൻസ് ഗിവൺ. 17ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കമ്പാരിറ്റീവ് ഫോം ഓഫ് ദ അഡ്ജക്റ്റീവ് ഇൻ ദ സെന്റൻസ് ഗിവൺ. മിഷേൽ ഈസ് ഡാഷ് ടോൾ ദാൻ ഹെർ സിസ്റ്റർ. ഓപ്ഷൻ എ, ടോളസ്റ്റ്. ഓപ്ഷൻ ബി, ടോൾ. ഓപ്ഷൻ സി, ടോളർ. ഓപ്ഷൻ ഡി, ദ ടോളസ്റ്റ്. തന്നിരിക്കുന്ന സെന്റൻസിൽ അഡ്ജക്റ്റീവിന്റെ കമ്പാരിറ്റീവ് ഫോം എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഇവിടുത്തെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടോൾ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ടോളർ. ടോളിന്റെ കമ്പാരിറ്റീവ് ഫോം ടോളർ. മിഷേൽ ഈസ് ടോളർ ദാൻ ഹെർ സിസ്റ്റർ. 18ാമത്തെ ക്വസ്റ്റ്യൻ, fill in the blank with suitable article. This is dash man I saw in Malaysia. Suitable article ചേർക്കാനാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, ആൻഡ്. ഓപ്ഷൻ ബി, എ. ഓപ്ഷൻ സി, ദ. ഓപ്ഷൻ ഡി, നൺ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ദ. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ PYQ അനാലിസിസ്, ന്യൂ SCRT ചാപ്റ്ററുകളുടെ ക്ലാസ്സുകൾ, ഇവയുടെ ലൈവ് സെക്ഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ലൈവ് സെക്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇവയുടെ റെക്കോർഡ് ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ റൈറ്റ് വൺ ഫ്രം ദ ഓപ്ഷൻ ടു ഫോം ദ കറക്റ്റ് ഫ്രേസൽ വെർബ്. വി കുഡ്ന്റ് ടേക്ക് dash our jackets in the old trip. It was very cold everywhere. കറക്റ്റ് ഫ്രേസൽ വെർബ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, ഡൗൺ. ഓപ്ഷൻ ബി, up. ഓപ്ഷൻ സി, ഓഫ്. ഓപ്ഷൻ ഡി, into. We couldn't take dash our jackets in the old trip. It was very cold everywhere. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഓഫ് ആണ്. ഫ്രേസൽ വെർബ് വരുന്നത് ടേക്ക് ഓഫ്. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ടു റിമൂവ് സംതിങ് ആണ്. അപ്പം ഇവിടെ തന്നിരിക്കുന്ന എന്താ, ഞങ്ങൾക്ക് ട്രിപ്പിനിടയിൽ ഒരിക്കൽ പോലും ജാക്കറ്റ് മാറ്റാൻ പറ്റിയില്ല, കാരണം അവിടെയെല്ലാം ഭയങ്കര തണുപ്പായിരുന്നു. അപ്പം ജാക്കറ്റ് മാറ്റാൻ പറ്റിയില്ല എന്നർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് ടേക്ക് ഓഫ് ആണ്. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ടു റിമൂവ് സംതിങ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ വേർഡ് വിത്ത് കറക്റ്റ് സ്പെല്ലിംഗ്. മിസസ് നവീൻ ഇൻട്രൊഡ്യൂസ്ഡ് ദ ന്യൂ ഡാഷ് ടു ദ PTA മെമ്പർ. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും സെന്റൻസിന് ആപ്റ്റ് ആയിട്ടുള്ള കറക്റ്റ് വേർഡ് എഴുതാനാണ് ക്വസ്റ്റ്യൻ. മിസസ് നവീൻ ഇൻട്രൊഡ്യൂസ് ദ ന്യൂ ഡാഷ് ടു ദ PTA മെമ്പർ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, പ്രിൻസിപ്പൽ. PRINCIPAL, പ്രിൻസിപ്പൽ ആണ് കറക്റ്റ് ആൻസർ. പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ തത്വമാണ്.
CIPLE പ്രിൻസിപ്പിൾ തത്വം. അപ്പം നമ്മൾ ഇംഗ്ലീഷിലെ 10 ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് മലയാളം ക്വസ്റ്റ്യൻസ് നോക്കാം. 91-ാമത്തെ ചോദ്യം, ശരിയായ പദങ്ങൾ മാത്രം കണ്ടെത്തുക. 1 നിഘണ്ടു, 2 ഗരുഡൻ, 3 മഠയൻ, 4 സാമ്രാട്ട്. തന്നിരിക്കുന്നതിൽ ശരിയായത് നിഘണ്ടു എന്ന വാക്ക് മാത്രമാണ്. അപ്പം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, 1 മാത്രം ശരി. 92 ശരിയായ വാക്യം കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഒരേ ഒരു കുട്ടിയെ ഇനി വരാനുള്ളൂ. 93-ാമത്തെ ചോദ്യം, പമ്പ കടക്കുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ഓപ്ഷൻ എ വിഷമത്തിലാവുക, ഓപ്ഷൻ ബി പമ്പാ നദി മുറിച്ച് കടക്കുക, ഓപ്ഷൻ സി പ്രയാസപ്പെടുത്തുക, ഓപ്ഷൻ ഡി തോറ്റോടുക. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, തോറ്റോടുക. പമ്പ കടക്കുക എന്ന ശൈലിയുടെ അർത്ഥമാണ് തോറ്റോടുക. 94-ാമത്തെ ചോദ്യം, ധനം എന്ന പദത്തിന്റെ വിപരീത പദം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഋണം. 95-ാമത്തെ ചോദ്യം, മാംസഭുക്ക് പര്യായ പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? മാംസഭുക്ക് എന്ന പദത്തിന്റെ പര്യായ പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ആമിശാശി, ഓപ്ഷൻ ബി മാംസികൻ, ഓപ്ഷൻ സി വൈതംസികൻ, ഓപ്ഷൻ ഡി കൗടികൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ആമിശാശി. ഇനി 96-ാമത്തെ ചോദ്യം, തിരു അധികം പാദം ചേർത്തെഴുതുമ്പോൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, തൃപ്പാദം. തിരു അധികം പാദം, തൃപ്പാദം. 97-ാമത്തെ ചോദ്യം, ആദ്യന്തം ഘടകപദങ്ങളാക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ആദ്യവും അന്തവും. ആദ്യന്തം ഘടകപദങ്ങളാക്കുമ്പോൾ ആൻസർ വരുന്നത് ആദ്യവും അന്തവും. 98-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം. ഓപ്ഷൻ എ പശുക്കൾ, ഓപ്ഷൻ ബി കുട്ടികൾ, ഓപ്ഷൻ സി മിടുക്കർ, ഓപ്ഷൻ ഡി പണിക്കാർ. ഇതിലെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ പശുക്കളാണ്. 99-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ പുല്ലിംഗത്തിന് ഉദാഹരണം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കണ്ടാൻ. 100-ാമത്തെ ചോദ്യം, കേട്ടേ തീരൂ എന്നുള്ളത് എന്നതിൻ്റെ ഒറ്റപ്പദം. കേട്ടേ തീരൂ എന്നുള്ളത് എന്നതിൻ്റെ ഒറ്റപ്പദം. ഓപ്ഷൻ എ വാചാലൻ, ഓപ്ഷൻ ബി സർവം സഹ, ഓപ്ഷൻ സി ശ്രവ്യം, ഓപ്ഷൻ ഡി ശ്രാവ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ശ്രാവ്യം. കേട്ടേ തീരൂ എന്നുള്ളത് എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ശ്രാവ്യം. അപ്പോൾ ഇനി നമ്മൾ 120/2025 ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. പുതിയൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.